ഇസബെല്ല. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. സാഗിൽ കോളേജ് ബസ് സ്റ്റോപ്പിൽ ഇസബെല്ലയെ തിരക്കി. പടച്ചോനി, വരാതായപ്പോൾ വിട്ടിട്ട് പോയതാണ് അവത്തായത്. ഇസബെല്ലയെ തിരക്കി എല്ലാവരും നടന്നു. എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താനായില്ല. എന്റെ മോളെ ഫാത്തിമ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ഓള് വരും, പേടിക്കണ്ട, അവളെ നമ്മുടെ മോൻ കൊണ്ടുവരും. ഇർഫാൻ ഫാത്തിമയെ ആശ്വസിപ്പിച്ചു. ഇതിനിടെ വിവരറിഞ്ഞ് ഐഷു അവിടെ എത്തി. ഐഷുവിനോട് എന്തു പറയണമെന്നറിയാതെ രണ്ടുപേരും കുഴഞ്ഞു. സാഗിൽ പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് തളർന്ന് വീട്ടിൽ വന്നു. മോനി, മോൾ. ഇർഫാൻ ആവേശത്തോടെ ഓടി സാഗിലിന്റെ അടുത്തെന്ന് ചോദിച്ചു. ഇല്ല പാപ്പ, കണ്ടെത്തിയില്ല. പോലീസിൽ പരാതി കൊടുത്തു. മോൻ കൊടുക്കാതെ സാഗിൽ മുറിയിൽ പോയി. ഇതൊക്കെ നവ്യ ചിരിയോടെ നോക്കിയിരുന്നു. പടച്ചോനി, ഇജ്ജ് നമ്മുടെ കൂടെയാ. ആരായാലും അവർ നന്നായിരിക്കട്ടെ. നവ്യ സന്തോഷത്തോടെ മനസ്സിലോർത്തു. സാഗിൽ കണ്ണുകളടച്ചു കിടന്നു. എടാ കാലമാടാ. ഇസബെല്ലയുടെ ശബ്ദം കേട്ട് സാഗിൽ ഞെട്ടലോടെ എഴുന്നേറ്റു. ഇസബെല്ലയെ കാണാത്തത് കണ്ട് സാഗിൽ വേദനയോടെ കണ്ണുകൾ ഇറക്കി അടച്ചു. എടി കുട്ടിപ്പിശാചി, നീ എവിടെയാടി? ഒന്ന് സ്നേഹിച്ചു വന്നതാ, അപ്പോഴേക്കും എന്നിൽ നിന്ന് അകന്നു പോയോ? പടച്ചോനി, സാഗിൽ ഇടർച്ചയോടെ മനസ്സിലോർത്തു. അതേസമയം ഒരു ഗോഡൌണിൽ ഇസബെല്ലയെ കെട്ടിയിട്ടിരിക്കുന്നു. കുറച്ച് ഗുണ്ടകൾ അവളെ വളഞ്ഞു കേൾക്കുന്നു. അടിയുടെ വേദനയിൽ തളർന്നു കിടക്കുന്നു ഇസബെല്ല. അവളുടെ നെറ്റിയിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുകുന്നു. എന്താടി, നിന്റെ അഹങ്കാരം ഇത്രയേ ഉള്ളൂ? ഞാൻ കരുതി ചുണക്കുട്ടിയാണെന്ന്. ഒരു ഗുണ്ട ഇസബെല്ലയുടെ അടുത്തെന്ന് ചോദിച്ചു. തളർന്ന കണ്ണുമായി അവനെ നോക്കി ഇസബെല്ല ഒരു പുച്ഛച്ചിരി കൊടുത്തു. എന്താടി ഒരു പുച്ഛം? കിട്ടിയതൊന്നും പോരെ? അടുത്ത ആൾ ഇസബെല്ലെ അടിക്കാനായി കൈയോങ്ങി. നിങ്ങളുടെ വീരം കാണിക്കേണ്ടത് പെണ്ണിനോടല്ല, പുച്ഛച്ചിരിയുടെ ഇസബെല്ല പറഞ്ഞു. എത്ര കൊണ്ടാലും പഠിക്കില്ലല്ലേ? കളക്ടറിന് പഠിക്കാൻ പോകുന്ന അഹങ്കാരമാണ് ഈ പെണ്ണിന്. ഇവൾ കളക്ടർ ആയത് തന്നെ, ഒരു ഗുണ്ട പരിഹാസത്തോടെ പറഞ്ഞു. അപ്പോൾ ഗുണ്ടാത്തലവന്റെ ഫോണിൽ ഒരു കാൾ വന്നു. ആ ഗുണ്ടാത്തലവൻ ഫോണെടുത്ത് സംസാരിച്ചു. ആ ശരി ശരി, ആ ഗുണ്ടാത്തലവൻ ഭയത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. പിറ്റേ ദിവസം സാഗിൽ കോളേജിൽ പോയില്ല. സാഗിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം തിരക്കി. അവർക്കും ഇസബെല്ലയെ കണ്ടുപിടിക്കാനായില്ല. ആ സമയം കോളേജിൽ നിന്ന് സാഗിലിന് ഒരു കാൾ വന്നു. സാഗിൽ പെട്ടെന്ന് കോളേജിലോട്ട് ഓടി. കോളേജ് ഗ്രൗണ്ടിൽ കൂടി നിന്ന പിള്ളേരെ മാറ്റിക്കൊണ്ട് നോക്കിയപ്പോൾ സാഗിൽ ഞെട്ടി. ഒരു കാർ വന്ന് അതിൽ നിന്ന് ഇസബെല്ലയെ വലിച്ചെറിഞ്ഞു. ആ കാറ് നിൽക്കാതെ പോയി. രഞ്ജിത്ത് പടോടപ്പോടെ സാഗിലിനോട് പറഞ്ഞു. രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ഇസബെല്ലയെ ഓടിച്ചെന്ന് സാഗിൽ തന്റെ മടിയിൽ കിടത്തി. സാർ വേണ്ട, അവളുടെ ഉമ്മയെ വിളിച്ചിട്ടുണ്ട്, അവർ വന്നിട്ട്. രഞ്ജിത്ത് പറഞ്ഞു തീരും മുമ്പ്. അതിനു മുന്നേ ഇവളുടെ മയ്യത്തെടുക്കാം. സാഗിൽ ഇസബെല്ലയെ കോരിയെടുത്ത് കാറിലിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞെട്ടലോടെ എല്ലാവരും മാറി മാറി നോക്കി. വിവരറിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇർഫാനും ഫാത്തിമയും ഐഷുവും വന്നു. എന്തായി മോനി, ഡോക്ടർ എന്തു പറഞ്ഞു? വെപ്രാളത്തോടെ ഇർഫാൻ ചോദിച്ചു. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, വേദനയോടെ സാഗിൽ പറഞ്ഞു. ആദവന്റെ വീട്ടിൽ സീന മദ്യലഹരിയോടെ സന്തോഷം കൊണ്ട് ചിരിക്കുന്നു. എന്താ സീനെ ഇന്നത്ര സന്തോഷം? ആദവൻ സീനയെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അവളെ പകരം വീട്ടി, അതിന്റെ സന്തോഷമാണ്. സീന വാക്കുകൾ വരാതെ പറഞ്ഞു നിർത്തി. ആ പെണ്ണിന് വേണ്ടി നീ ഇത്രയും ടെൻഷനായല്ലോ, ലീവ് ഇറ്റ്. ആദവൻ സീനയെ ആശ്വസിപ്പിച്ചു. ഇല്ല ഇല്ല, അവൾ എൻ്റെ മോൾക്ക് ശത്രു. എൻ്റെ മോൾ അവൾ കാരണം വേദനിക്കുക. അവൾ കളക്ടറാകാൻ പാടില്ല, അതിന് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം, സീന വശീകരണത്തോടെ പറഞ്ഞു. അതൊക്കെ പിന്നെയല്ലേടി, ഇപ്പോഴേ അതോർത്ത് ബി പി കയറണ്ട, ആദവൻ അവളെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. ഡോക്ടറുടെ മുന്നിലിരിക്കുന്നു സാഗിലും ഇർഫാനും. മിസ്റ്റർ സാഗിൽ, ഇസബെല്ല ഓക്കെയാണ്, ബട്ട് 2 വീക്കെങ്കിലും റെസ്റ്റ് വേണം. ഇച്ചിരി സ്ട്രെയിൻ ചെയ്താൽ ബോഡി വീക്കാകും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു, ഡോക്ടർ സാഗിലിനെ നോക്കി പറഞ്ഞു. മനസ്സിലായി, ചിരിയോടെ സാഗിൽ പറഞ്ഞു. പോലീസ് വന്ന് ഇസബെല്ലയുടെ മൊഴിയെടുത്തു. ഇസബെല്ലയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. മോളെ ഇസു, വേദനയോടെ ഐഷ വിളിച്ചു. ഒന്നുമില്ല ഉമ്മി, ഇസബെല്ല തലയാട്ടി. സാഗിൽ ഇസബെല്ലയെ കൊണ്ട് കട്ടിലേക്ക് കിടത്തി.
ഇത് കാണുന്ന ഇസബല്ല വാവത്തിച്ചിരിക്കുന്നത് സാഗിൽ കണ്ടു. എന്താടി ഒരു ഇളി? സാഗിൽ ഇസബലയെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്റെ റൂം, എന്റെ കട്ടിൽ, എന്തായിരുന്നു അന്ന്? ഇപ്പോൾ ഞാൻ കട്ടിലിൽ കാലമട തറയിൽ, ഇസബല്ല പല്ലും കാണിച്ചോണ്ട് പറഞ്ഞു. ഇവളുടെ വാക്കിട്ട് കിട്ടണമായിരുന്നു. സാഗിൽ പല്ലും കടിച്ചോണ്ട് പോയി. ഇസബല്ല വായും പൊത്തിച്ചിരിച്ചു. സാഗിൽ പുറത്തുപോയ സമയം നവ്യ ഇസബല്ലയുടെ അടുത്ത് വന്നു. നീ രക്ഷപ്പെട്ടോ? ഞാൻ കരുതിയത് നിന്റെ മയ്യത്തെടുക്കുമെന്ന്. ആ സാരമില്ല, സമയം ഇനിയുണ്ടല്ലോ, പരിഹാസത്തോടെ നവ്യ പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ പോവില്ല. എനിക്ക് പടച്ചവൻ തന്ന കർത്തവ്യം നിറവേറ്റാതെ പടച്ചവൻ എന്നെ അങ്ങോട്ട് വിളിക്കില്ല. ഇസബല്ല നവ്യയെ നോക്കി ചിരിയോടെ പറഞ്ഞു. പടച്ചവന്റെ തീരുമാനമല്ല, നിന്റെ തലയിൽ എന്റെ തീരുമാനമാണ്. ഞാൻ നടപ്പിലാക്കും എന്റെ തീരുമാനം. അപ്പോഴും നിന്റെ ഈ ചിരി നിന്റെ മുഖത്തിൽ കാണണം, പുച്ഛത്തോടെ നവ്യ പറഞ്ഞു. ഇസബല്ല അപ്പോഴും ഒന്നും മിണ്ടാതെ ചിരിച്ചു. രാത്രി മുറിയിൽ വരുന്ന സാഹിൽ ഇസബല്ല എഴുന്നേൽക്കാൻ നോക്കുന്നത് കണ്ടു. എടി കുരങ്ങി, സാഹിലിന്റെ ശബ്ദം കേട്ടു. ഇസബല്ല ഞെട്ടലോടെ ബെഡിലിരുന്ന് തിരിഞ്ഞു നോക്കി. എന്താടാ കാലമാടാ, ഇയാളുടെ ആരെങ്കിലും മയ്യത്തായോ ഇങ്ങനെ അലറാൻ? ഇസബല്ല ദേഷ്യത്തോടെ ചോദിച്ചു. നിന്നോടല്ലേ അടങ്ങിക്കിടക്കാൻ ഡോക്ടർ പറഞ്ഞത്? സാഹിൽ ഇസബല്ലയുടെ അടുത്തൊന്ന് ചോദിച്ചു. അടങ്ങിക്കിടന്നാൽ ഞാൻ ചെയ്യേണ്ടത് താൻ ചെയ്യോ? ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് ഇസബല്ല ചോദിച്ചു. നിനക്കെന്താണ് ചെയ്യേണ്ടത്? പറ, ഞാൻ ചെയ്യാം. സാഹിൽ ഇസബല്ലയെ നോക്കി ചോദിച്ചു. ചെയ്യോ? കേട്ട് കഴിഞ്ഞിട്ട് വാക്ക് മാറാൻ പാടില്ല. ഇസബല്ല ഉണ്ടക്കണ്ണുകൾ വിടർത്തി ചോദിച്ചു. ചെയ്യാം, നീ പറ, ഗമയോടെ സാഹിൽ പറഞ്ഞു. എനിക്കൊന്ന് മുള്ളണം. ഇയാൾ മുള്ളിച്ചേരുമോ? ഇസബല്ല സാഹിലിനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഛേ, വേണ്ടായിരുന്നു. സാഹിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളിച്ച ചിരിയോടെ ഇസബല്ലയെ നോക്കി. പറ്റില്ല അല്ലേ? ഇതാണ് പറയുന്നത്, ഇയാളൊരു കാലമടനാണെന്ന്. പൊട്ടിച്ചിരിയോടെ ഇസബല്ല പറഞ്ഞു. ഓടി കുട്ടി പിശാചി, സാഹിൽ ഇസബല്ലയുടെ കാതിൽ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. കാലമട വിട്, യോ! ഇസബല്ല വേദനയോടെ അലറി. സാഹിൽ ചിരിയോടെ അവളുടെ കാതിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് തിരിഞ്ഞു നടന്നു. എനിക്ക് മുള്ളണം, ഇസബല്ല പാവമായി പറഞ്ഞു. സാഹിൽ തിരിഞ്ഞ് അവൾ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് ഇസബല്ലയെ താങ്ങി പിടിച്ച് ബാത്റൂമിൽ കയറ്റി സാഹിൽ പുറത്തു ചെയ്യുന്നു. പുഞ്ചിരിയോടെ ഇസബല്ല സാഹിലിനെ നോക്കി. പിറ്റേ ദിവസം സാഹിൽ കോളേജിൽ പോയി. സാഹിൽ കോളേജിൽ വരാത്തതിന്റെ കാരണം സഗീറ ചോദിച്ചു. സം ഫാമിലി പ്രോബ്ലംസ്. ഇപ്പോൾ ശരിയായി, ചിരിയോടെ സാഹിൽ പറഞ്ഞു. എന്ത് പ്രോബ്ലം? പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയല്ലോ സാർ. സഗീറ സാഹിലിന്റെ അടുത്തൊന്ന് ചോദിച്ചു. ഏയ്, നത്തിങ്. സഗീറ സാഹിലിന്റെ അടുത്ത് വന്നു. വീട്ടിൽ നിക്കാതെ നോക്കുന്നു. സാറിന്റെ വീട്ടിൽ വരാനായി പറയട്ടെ? സഗീറ നാണത്തോടെ ചോദിച്ചു. ഞെട്ടലോടെ സാഹിൽ സഗീറയെ നോക്കി. ഇഷ്ടമാണ് സാറിനെ, ഉപ്പയോട് പറഞ്ഞു വരാൻ പറയട്ടെ? സഗീറ പിന്നെയും ചോദിച്ചു. അത് നടക്കില്ല, സാഹിൽ തടസ്സം പറഞ്ഞു. എന്തുകൊണ്ട്? സഗീറ ചോദിച്ചു. ഈ ജന്മം എന്റെ റൂഹിന്റെ പാതയാകുവാൻ ഇയാൾക്ക് മാത്രമല്ല, ഒരു പെണ്ണിനും ആകില്ല. സാഹിൽ പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂം വിട്ടുപോയി. സഗീറ ഒന്നും മിണ്ടാനാതെ കലിങ്ങിയ കണ്ണുമായി അവനെ നോക്കിയിരുന്നു. സാഹിൽ ക്ലാസ്സിൽ പോയും അവന് ഒരു സമാധാനവും ഇല്ലായിരുന്നു. ഒഴിഞ്ഞെടുക്കുന്ന ഇസബല്ലയുടെ ബെഞ്ചിൽ നോക്കി സാഹിൽ നിന്നു. അപ്പോൾ ഇസബല്ല കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്നത് അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. പെട്ടെന്ന് ഞെട്ടലോടെ സാഹിൽ നോക്കിയതും മുന്നിൽ ഇസബല്ല ഇല്ലാത്തതുകൊണ്ട് നിരാശയോട് ചേർന്നിരുന്നു. സാർ, ക്ലാസ് എടുക്കുന്നില്ലേ? റബേക്ക എഴുന്നേറ്റ് ചോദിച്ചു. നോ, നിങ്ങൾ പഠിക്കേ, സാഹിൽ പറഞ്ഞുകൊണ്ട് കുനിഞ്ഞിരുന്നു. അവന്റെ ചിന്ത ഇസബല്ലയിലായിരുന്നു. സഗീറയുടെ വീട്ടിൽ. ഉപ്പ, എനിക്ക് സാഹിൽ സാറിനെ ഇഷ്ടമാണ്. സാറിന്റെ ബാപ്പയോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? സഗീറ അബ്ദുലിന്റെ അടുത്തിരുന്ന് പറഞ്ഞു. അതിന് നമ്മുടെ ബഷീറിന്റെ മോനെ ആലോചിക്കാനിരിക്കുക. ഉമ്മ നിഷാന സഗീറയെ നോക്കി പറഞ്ഞു. അത് പറ്റില്ല, സാറിന്റെ ബാപ്പയോട് സംസാരിക്കേ, എന്നിട്ട് മതി തീരുമാനം. സഗീറ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എന്താ നിങ്ങൾ പറയുന്നേ? നിഷാന സംശയത്തോടെ അബ്ദുലിനെ നോക്കി. ഞാൻ പോയി സംസാരിക്കാം, അബ്ദുൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പിറ്റേ ദിവസം സാഹിലിന്റെ വീട്ടിൽ അബ്ദുൽ പോയി. നിങ്ങളുടെ മോന്റെ കൂടെ ജോലി ചെയ്യുന്ന സഗീറയുടെ ഉപ്പയാണ്. ഇർവാൻ ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. മോൾക്ക് ഓനോട് ഒരിഷ്ടം,
സാഹിലിന് ഇഷ്ടമാണ് നിക്കാഹ് നടത്താം, അതിനാണ് വന്നത്, അബ്ദുൾ ചിരിയോടെ പറഞ്ഞു. ഞെട്ടലോടെ ഇർഫാൻ ഫാത്തിമയെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അബ്ദുൾ മുഖം വാട്ടത്തോടെ പറഞ്ഞു. അതല്ല, സാഹിലിന്റെ നിക്കാഹ് കഴിഞ്ഞത് സഗീറ കൊച്ച് അറിഞ്ഞില്ലേ? ഇർഫാൻ അയാളെ നോക്കി ചോദിച്ചു. ഇജെന്താണീ പറയുന്നേ? നിക്കാഹ് കഴിഞ്ഞെന്നോ? ഓൾ അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, ഞെട്ടലോടെ അബ്ദുൾ പറഞ്ഞു. അതെ, സാഹിലിന്റെ നിക്കാഹ് കഴിഞ്ഞതാണ്, ആരെയും വിളിച്ചില്ല, പെട്ടെന്നായിരുന്നു, ഇർഫാൻ പറഞ്ഞു നിർത്തി. എന്നാ ഞാനങ്ങോട്ട്. അബ്ദുൾ നിരാശയോടെ എഴുന്നേറ്റു. ഓർക്കണം, ഇർഫാൻ എഴുന്നേറ്റ് അയാളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. സാരമില്ല, അബ്ദുൾ തല കുനിച്ചുകൊണ്ടുപോയി. ലൈബ്രറിയിലിരിക്കുന്ന സാഹിലിന്റെ അടുത്തുനിന്ന് സഗീറ കൈകെട്ടി സാഹിലിനെ നോക്കി. സാഹിൽ സഗീറയെ പുഞ്ചിരിയോടെ നോക്കി. മാഡം, വാട്ട് ഹാപ്പൻ? സാർ എന്തിനാ ഞങ്ങളോട് ഒളിച്ചു വെച്ചത്? സഗീറ സാഹിലിന്റെ അടുത്തുനിന്ന് കസേരയിൽ ഇരുന്നോണ്ട് ചോദിച്ചു. എന്താ മാഡം? കുര്യൻ ചുരുക്കി സാഹിൽ ചോദിച്ചു. സാറിന്റെ നിക്കാഹ് കഴിഞ്ഞത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ ഞാൻ മോഹിക്കില്ലായിരുന്നല്ലോ, ഇടർച്ചയോടെ സഗീറ പറഞ്ഞു. സോറി മാഡം, പറയാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ബട്ട് സാർ ഇതെന്തിനാ ഒളിച്ചു വെച്ചത്? എല്ലാവരോടും പറഞ്ഞാൽ എന്താണ് പ്രശ്നം? സാഹിൽ സഗീറയെ നിവർന്നു നോക്കി. സാറിന്റെ നിക്കാഹ് കഴിഞ്ഞതറിഞ്ഞാൽ ഇസബലിയുമായുള്ള അവിഹിതം നടക്കില്ലെന്നോർത്താണോ ഇതൊന്നും പറയാത്തത്? മാഡം, മൈൻഡ് യുവർ വേർഡ്സ്, സാഹിൽ മോഞ്ചൊന്നുകൊണ്ട് ദേഷ്യത്തോടെ അലറി. അവന്റെ അലറലിൽ സഗീറ ഭയന്ന് എഴുന്നേറ്റു. ലുക്ക് സഗീറ, എന്റെ ഭാര്യ ആരെന്ന് സമയമാകുമ്പോൾ ഞാൻ തന്നെ പുറത്തു പറയും. എന്റെ പേഴ്സണൽ ലൈഫ് പുറത്ത് നിങ്ങൾ വേവലാതി കൊള്ളണ്ട. സാഹിൽ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി. സഗീറ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി. ഇതൊക്കെ ലൈബ്രറിയിൽ ഒളിച്ചിരുന്ന് റബേക്ക ഞെട്ടലോടെ കേട്ടു. റബേക്ക ദേഷ്യത്തോടെ ബുക്കൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭ്രാന്തിയായി ഓടി. സാഹിൽ ലീവെടുത്ത് വീട്ടിൽ വന്നു. ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന ഇസബിലയുടെ അടുത്തുനിന്ന് സാഹിൽ അവളെ കൗതുകത്തോടെ നോക്കി. ഇസബില ഉറങ്ങുന്നത് കണ്ട സാഹിൽ അവളുടെ അടുത്തിരുന്നു. എടി കുട്ടി പിശാചി, സാഹിൽ അവളുടെ കാതിൽ മെല്ലെ വിളിച്ചു. എന്തോ? ഇസബില കണ്ണുകൾ മൂടി ഉറക്കത്തിൽ വിളി കേട്ടു. സാഹിൽ ഇതുകൊണ്ട് ചെറു പുഞ്ചിരി തോന്നി. നീയില്ലാതെ ക്ലാസ് പോലും എടുക്കാൻ പറ്റുന്നില്ലടി വണ്ണി. നിന്റെ കലിപ്പും വാശിയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വാടി വണ്ണി, എന്നോട് തല്ലുകൂടാൻ. സാഹിൽ ഇസബിലയുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പോ കാലമാടാ, ഇസബില ചിണുങ്ങളോടെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഈ പെണ്ണിന്റെ ഒരു കാര്യം. സാഹിൽ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. സാഹിൽ പോയതും ഇസബില മെല്ലെ തിരിഞ്ഞ് അവനെ നോക്കി ചിരിച്ചു. സാഹിൽ കുളിക്കാൻ പോവാൻ നിന്നു. മോനെ സാഹിൽ, ഫാത്തിമയുടെ വിളിയിൽ സാഹിൽ അടുത്തുപോയി. എന്താ ഉമ്മ? സാഹിൽ സംശയത്തോടെ കാര്യം ചോദിച്ചു. മോനി, വെള്ളം ചൂടാക്കി വെച്ചേക്കുക, മോളെ ഒന്ന് തുടച്ചടിപ്പിക്കണം, ഫാത്തിമ പറഞ്ഞുകൊണ്ട് സാഹിലിനെ നോക്കി. ഞാനോ? ഏയ് ഞാനില്ല, വിറയിലൂടെ സാഹിൽ പറഞ്ഞു. എടാ, നീ മകർ ചേർത്തിയ പെണ്ണല്ലയോ അത്? ദേഷ്യത്തോടെ ഫാത്തിമ ചോദിച്ചു. അത് പിന്നെ ഉമ്മ, ഞാൻ സാഹിൽ വിൽക്കുന്നതുകൊണ്ട് ഫാത്തിമ തുറച്ചു നോക്കി. ആ പോവാം. സാഹിൽ വെള്ളമെടുത്ത് പാവമായി തിരിഞ്ഞ് മുറിയിലോട്ട് പോയി. ഈ ചെക്കൻ്റെ ഒരു കാര്യം, ഫാത്തിമ തലയിലടിച്ചുകൊണ്ട് പറഞ്ഞു. മുറിയിൽ കയറിയ സാഹിൽ ഞെട്ടി. ഈ പിശാചെ എന്റെ കൺട്രോൾ തെറ്റിക്കും, സാഹിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചു. മുന്നിൽ ഇസബല ഇടുപ്പിൽ മുണ്ടുകൊടുത്ത് ചേറിലിരിക്കുന്നു. സാഹിൽ മെല്ലെ അവളുടെ അടുത്ത് പോയി. ചൂടുവെള്ളം കൊണ്ട് അവളുടെ ശരീരത്തിൽ തുടയ്ക്കാൻ തുടങ്ങി. അവന്റെ കൈകൾ വിറച്ചു. ഇസബല നാണത്താൽ കണ്ണുകളടച്ചു. അവളുടെ മാതളം ചുണ്ട് വിറക്കിയായിരുന്നു. സാഹിൽ മെല്ലെ കാലിനെ തുടയ്ക്കാനായി തുണിയെ മെല്ലെ ഉയർത്തി. അവളുടെ പവിഴക്കാലുകൾ അവനിൽ വികാരത്തിനുണർത്തി. അവൻ തുണി കുറച്ചുകൂടി ഉയർത്താൻ പോയതും ഇസബല തന്റെ കൈകൾ കൊണ്ട് തടഞ്ഞു. അവൾ നാണത്തോടെ വേണ്ടെന്ന് തലയാട്ടി. സാഹിൽ പെട്ടെന്ന് തന്റെ ചിന്ത മാറ്റി അവളോട് സോറി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. അയ്യേ, ഇത്രയും ആക്രാന്ത പാടുണ്ടോ? അവൾ എന്ത് കരുതും? ബാൽക്കണിയിൽ പോയി സാഹിൽ ചമ്മലോടെ ഓർത്തു. അതേസമയം മുറിയിൽ തുണികൾ എടുത്തുകൊണ്ട് ഇസബല്ല. തടുക്കണ്ടായിരുന്നു, കാലമാടനെ സങ്കടമായി കാണും, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇസബല്ല നിരാശയോടെ മനസ്സിലോർത്തു. തുടരും.